ശശി തരൂർ MP, കേരളത്തിന്റെ അഭിമാനമായ മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം ബഹുമാന്യനായ ശശി തരൂർ നമ്മുടെ പ്രിയങ്കരനായ MP ഹൈബി ഈഡന്റെ ഒപ്പം നമ്മുടെ പ്രിയങ്കരിയായ സാരഥി ഉമാ തോമസിന്റെ ഒപ്പം ഈ ഹാളിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ പ്രിയങ്കരനായ ശശി തരൂർ സാറിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ വേഗം തന്നെ മീറ്റിംഗ് ആരംഭിക്കണം. അതോടൊപ്പം നമ്മുടെ പ്രിയങ്കരിയായ ഉമ്മശേഷിയുണ്ട്, പ്രിയങ്കരനായ MP ശ്രീ ഹൈബീനുണ്ട്. നമ്മൾ സ്റ്റേറ്റ് മീറ്റിംഗ് ആരംഭിക്കുകയാണ്. സുഹൃത്തുക്കളെ, വലിയ സന്തോഷമാണ് ഞാൻ ഇതിൻ്റെ വെളിയിൽ ആദ്യം എത്തിയിരിക്കുന്നത്. ശ്രീമതി ഉമാ തോമസ് കഴിഞ്ഞിട്ട് ഈ ഒരേ ഹാൾ തന്നെ ഇവരോട് ഒന്ന് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നു. എനിക്കറിയാം അതിൽ എത്ര ആത്മാർത്ഥതയോടെയാണ് ഇതിലേക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ഉമാ തോമസിന് ഗുണമാണ് ഷീ ഈസ് വെരി സിൻസിയർ. വിഷയങ്ങളെക്കുറിച്ച് പഠിക്കും, വിഷയങ്ങളെ മനസ്സിലാക്കിയിട്ട് അവർ ഇൻ്റർവെൻഷൻ ചെയ്യും. അങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഉമാ തോമസ് അറിയുന്നത്. അത് എല്ലാ കാര്യത്തിലും ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി, ജനങ്ങളുടെ ഇടയിലും നടന്നിട്ട് അവരുടെ ആശയങ്ങളും ആശങ്കയും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ ശബ്ദത്തിനെ നിയമസഭയിൽ കേൾപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനപ്രതിനിധി. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, അവർക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ച് കുറച്ച് മാസം നഷ്ടപ്പോയി. ഈ തവണ ഒരു ഫുൾ ടേമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എനർജിയോടും ഊർജയോടും ആവേശത്തോടും കമ്മിറ്റ്മെൻറ്റോടും ഇതേപോലുള്ള ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു സപ്പോർട്ടും ഒരു വോട്ടും നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളോടും പറയണം, ഇത്ര നല്ല പ്രതിനിധി ഉണ്ടായിട്ട് നമ്മൾ അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. അതിൻ്റെ ഒപ്പം നിങ്ങൾ എല്ലാവർക്കും അറിയാൻ നിങ്ങളുടെ വലിയൊരു ആവശ്യമുള്ളത് ഈ UDF സർക്കാരിനെ കൊണ്ടുവരാനാണ്. ഇപ്പോൾ ഈ 10 വർഷക്കാലം ദുർഭരണം കാട്ടിത്തന്ന LDF സർക്കാരിനെ മാറ്റാൻ സാധിക്കും. ഞാനിത് വെറുതെ പറയല്ല, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇന്ത്യയും ലോകം മുഴുവൻ കേരളത്തിൽ സംസാരിച്ച് നടത്തുന്ന വ്യക്തിയാണ്. കേരള മോഡൽ എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളായിട്ട് പറയട്ടെ, ആ കേരള മോഡൽ ഒരു ജെറ്റ് മോഡൽ ആക്കിയിട്ടുണ്ട് ഇന്ത്യൻ സർക്കാർ. കടത്തിൽ മുങ്ങുന്ന ഒരു സംസ്ഥാനമായ നമുക്ക് ഈ സർക്കാർ കിട്ടുന്ന ടാക്സ് റവന്യൂക്ക് 92% പോകുന്നത് കടത്തിൻ്റെ പലിശയിലും പെൻഷനിലും മാത്രം. അപ്പോൾ വികസനം എവിടെ കാശ്? വികസനം ചെയ്യാനുള്ള കഴിവില്ലാത്തൊരു സർക്കാർ സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും അവർക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല. ഓണം ബോണസും കൂടി അവർ കടം മേടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ആ സ്ഥിതിയിൽ എങ്ങനെ നമ്മുടെ നാടിനെ നന്നാക്കാൻ സാധിക്കും? ഞാൻ നിങ്ങൾ എല്ലാവരും അഭ്യർത്ഥിക്കുന്നത് ഉമാ തോമസ് ജയിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമല്ല, ഉമാ തോമസിന്റെ വഴിക്ക് നമ്മൾക്ക് ഈ LDF സർക്കാരിനെ മാറ്റാൻ സാധിക്കും. ഇത് എല്ലാ മലയാളികളുടെയും ഒരു ആവശ്യമാണ്. ഈ 10 വർഷക്കാലം നമ്മൾ പല കുഴപ്പങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അഴിമതി, അതിൻ്റെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, അതിൽ ഓരോരും ഞാൻ എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളുടെ സമയം കളയുന്നതിൻ്റെ കാര്യം ഇതെല്ലാം നിങ്ങൾ 10 വർഷക്കാലം കണ്ട് വായിച്ച് അനുഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് LDFിൻ്റെ കഴിവിനെ കുറിച്ച് ആർക്കും ഒരു സംശയമില്ല. പക്ഷേ നമുക്കൊരു പുതിയ ഭരണം വരുന്നതിന് കാരണം എൻ്റെ വലിയൊരു ചിന്ത, ഞാനൊരു ചിന്തകനായിട്ടും ഒരു എഴുത്തുകാരനായിരുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റ് ഗവേഷണം ചെയ്തിട്ട് മനസ്സിലാക്കിയ വിഷയമാണ് കേരളത്തിൽ ചില അൺയൂഷ്വൽ പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാണ്, നമ്മൾ യുവാക്കളൊക്കെ ഈ സംസ്ഥാനം വിട്ടിട്ട് അന്യ സംസ്ഥാനങ്ങൾക്കും അന്യ രാജ്യങ്ങൾക്കും മാറുന്നു. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? കാരണം ഈ സംസ്ഥാനത്തിൽ അവർ തൊഴിൽ അവസരങ്ങൾ കാണുന്നില്ല, അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഇല്ലാത്ത കാരണം അവർ വേറെ രാജ്യത്തിലോ വേറെ സംസ്ഥാനത്തിലെങ്കിലും പോയാൽ കൂടി അവർക്ക് അവസരം ഉണ്ടാകാൻ സാധിക്കുന്നില്ല. ആ സ്ഥിതിയിൽ കേരളത്തിൽ നമ്മൾക്ക് ഒരു പുതിയ സർക്കാർ കൊണ്ടുവന്നിട്ട് കേരളത്തിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു നേതൃത്വത്തിന്റെ ആവശ്യം. We have to attract investment, we have to attract business. ഞാൻ എപ്പോഴും പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലും ആ ദുഃഖം നിറയുന്ന ഒരു വിഷയം അനുഭവിച്ചിട്ടുള്ളത് എന്താണ്? കർഷകരുടെ ആത്മഹത്യ നമ്മൾ അനുഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ആകെ ഒറ്റ സംസ്ഥാനത്തിൽ മാത്രമേ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കേരളത്തിൽ 2 തവണ ഇൻവെസ്റ്റേഴ്സ് അതിൽ ലൈഫ് സേവിങ്സ് ഈ സംസ്ഥാനത്ത് മുക്കിയിട്ട്
തോന്നക്കൊടിക്കാരും ഈ സർക്കാരും അതിൻ്റെ രാഷ്ട്രീയ രീതികളും അതിൻ്റെ നിയമങ്ങളും റെഗുലേഷൻസും ഒക്കെ ചെയ്തിട്ട് ഈ രണ്ട് ഇൻവെസ്റ്റേഴ്സ് വേറെ വേറെ സമയത്ത് 5 years apart 3 years apart അവർ പോയിട്ട് ആത്മഹത്യ ചെയ്ത് അവർ എഴുത്തേക്ക് പ്രഖ്യാപിച്ചത് നിങ്ങൾ കേരളത്തിൻ്റെ കാരണമാണെന്നാണ്. ഇത് വലിയൊരു ദുഃഖകാര്യമാണ്. നമുക്ക് ഇതിലേക്ക് മാറ്റാൻ മനസ്സില്ലെങ്കിൽ ഈ സംസ്ഥാനം നന്നാവില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ കൂടി നമ്മളുടെ ഷിയാസിന് വേണ്ടി ഒരു ചടങ്ങിൽ സംസാരിക്കുമ്പോൾ പലരും ആവശ്യപ്പെട്ടു ചില ലോസിനെ മാറ്റണം, ഹെഡ് വർക്കേഴ്സ് ആക്ട്, നോക്കുകൂലി, ഹർത്താലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരും ഈ സംസ്ഥാനത്തിൽ പൈസ ഇറക്കില്ല. പൈസ ഇറക്കിയിട്ടുണ്ടെങ്കിൽ തൊഴിലവസരം ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ മലയാളി യുവാക്കളെ ഈ സംസ്ഥാനത്ത് നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എന്നെപ്പോലെ ഈ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒരു സംശയമില്ലാതെ ഈ സംസ്ഥാനത്തിൽ ചില റിഗ്രസീവ് ലോസിനെ അബോളിഷ് ചെയ്യണം, അല്ലെങ്കിൽ അമെൻഡ് ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി ഈ നാട്ടിൽ ജെന്യുവൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. നിങ്ങളുടെ ഈ തൃക്കാക്കര മണ്ഡലത്തിൽ നല്ല IT മേഖലയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. നിങ്ങൾ ചിലവരിവിടെ ഇരിക്കുന്ന ഒരു ലോസാണ് മനസ്സിലാക്കി ലോസാണ്. നമുക്ക് ഈ സംസ്ഥാനത്തിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ മാറ്റാനുള്ള ആവശ്യം നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സർക്കാർ പറയുന്നു അവർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വലിയ വിശ്വാസികളാണ്. അവർ പറയുന്നു അവർ സ്റ്റാർട്ടപ്സ് മണി എളുപ്പമാക്കി സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഉണ്ട്. അന്വേഷിക്കുമ്പോൾ കണ്ടുപിടിക്കാൻ ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഒരു സിംഗിൾ വിൻഡോ അല്ല, അത് ശരിക്കും ഒരു സിംഗിൾ പോർട്ടലാണ്. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 20 സ്ഥലത്ത് കൊണ്ടുവരും ഓരോ ക്ലിയറൻസ്. അത് നടക്കില്ല. നമുക്ക് ജെന്യുവൻലി സിംഗിൾ വിൻഡോ ഒറ്റ ആപ്ലിക്കേഷൻ ഒറ്റ റിസൾട്ട് കൊടുത്താൽ മാത്രമേ ബിസിനസ്സസ് നമ്മൾ കേരളത്തിൽ വരാൻ ആഗ്രഹിക്കും. അതുപോലെ തന്നെ ഞാൻ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ മാനിഫെസ്റ്റോ കമ്മിറ്റിയെ പ്രധാനപ്പെട്ട ഇറങ്ങുമ്പോൾ നിങ്ങൾ കാണും ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് വേണം. We need to assure investors that their money will be safe from everything but market forces. Market forces are not our problem, but the state government will guarantee protection from untoward political and bureaucratic harassment and failure. ഇതെല്ലാം വെച്ച് നമുക്ക് ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നാൽ നിരവധി മേഖലയിൽ നമുക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ യുവാക്കൾ ഇവിടെ തന്നെ ഇരുന്ന് അതിനെ പഠിക്കുകയും അതിനെ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വരുമാനം വരും, അവർ ടാക്സ് കൊടുക്കും. ആ ടാക്സ് റവന്യൂയോട് നമ്മുടെ സംസ്ഥാനത്തിന് ഇല്ലാത്തവരെ സഹായിക്കാനും വികസിത പ്രോജക്ട്സ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും ഇപ്പോഴത്തെ കേരള സർക്കാരിനില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ ഒപ്പം ഞാൻ പറയട്ടെ, പുതിയ മേഖലകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. ഒരു മനസ്സിലായി പുതിയ മേഖലയിൽ നമുക്ക് എന്തൊക്കെ ആവശ്യം നിരൂപണമെന്ന് വെച്ചാൽ ഞാൻ കഴിയാതെ ചോദിച്ചു. പുതിയ മേഖല നമുക്ക് ചെയ്യാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ബയോജെനറ്റിക്സ്. ഇതൊരു പുതിയ ഫീൽഡാണ്. ഐസ്ലാൻഡിൽ നിങ്ങൾക്ക് നടത്തുന്നുണ്ട്. ഈ ബയോജെനറ്റിക്സ് ആണ് നമ്മളുടെ അസ്ട്രോണമിഷിംഗ് ജീൻ പൂൾ ഉണ്ടല്ലോ. നമ്മുടെ കേരളത്തിൽ നമ്മുടെ എല്ലാ വിധത്തിലും ജനറ്റിക് ആഡ്മിക്ചറിൻ്റെ കൂടെ നമുക്ക് അറബ് രക്തമുണ്ട്, ജൂയിഷ് രക്തമുണ്ട്, കാത്തലിക്, ക്രിസ്ത്യൻ, ബ്രിട്ടീഷ്, ചൈനീസ്, എല്ലാവരും ഈ സംസ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഇതുവരെ നടത്തുന്നത് അതിനെ നമ്മൾ മുതലാക്കാൻ സാധിക്കുന്നു. Inviting new private sector biotechnology and biogenetic companies. We can do biodiversity work with all our flora and fauna. അതുമാത്രമല്ല 3 മാസം മുമ്പ് കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിയമം പാസാക്കി സ്പേസ് ടെക്നോളജിയുടെ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ചു. എന്തുകൊണ്ട് അത് നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്നത്? നമ്മളല്ലേ ആദ്യത്തെ സംസ്ഥാനമായിരുന്നു സ്പേസിൽ. നമ്മളല്ലേ തുമ്പ BSCC ഒക്കെ സ്ഥാപിച്ചത്. നമുക്ക് അഥവാ സ്പേസ് ടെക്നോളജിയിൽ കൂടി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏക ഒരൊറ്റ സ്പേസ് യൂണിവേഴ്സിറ്റി ഉള്ളത് കേരളത്തിലാണ്. അങ്ങനെ പഠിച്ചു വരുന്നവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. തുറമുഖങ്ങൾ വല്ലാർപ്പാടുകളുണ്ട്, ഇവിടെ വിഴിഞ്ഞുമുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ കീഴണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നീളമുള്ളൊരു കോസ്റ്റായാലും തീരദേശം ഉണ്ടല്ലോ, അതിനും വികസനം ചെയ്യുന്നത് നമുക്ക് വീണ്ടും പോർട്ട് ലെഡ് ഡെവലപ്മെന്റ്, തുറമുഖ കെട്ടലും അതിനൊപ്പം വരുന്ന ഓരോരോ ലോജിസ്റ്റിക്സ് കാര്യങ്ങളും കൂടി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മോചനത്തിൽ മാറ്റാൻ സാധിക്കും. അതിനാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളാണ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന്. ഞങ്ങളുടെ ആഗ്രഹമാണ് നമ്മുടെ യുവാക്കളുടെ ഭാവിയെക്കുറിച്ച് നമ്മുടെ ഉത്തരവാദിത്തമാണ് ചിന്തിക്കാൻ. ഈ നാട് നന്നാക്കുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ സ്ലോഗൻസും മുദ്രാവാക്യങ്ങളും ഇന്നലത്തെ വിജ്ഞാനത്തെ അഴിയോഗ്യം വെച്ച് ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഈ സംസ്ഥാനത്തിന് നന്നാക്കാൻ സാധിക്കും.
നിങ്ങൾക്ക് അഥവാ ഒരു പുതിയൊരു കേരളം കാണുന്നുണ്ടെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തത് മാത്രമേ ഒരു പുതു കേരളം വരുന്നു. ആ പുതു കേരളം നിങ്ങളുടെ ആയിരിക്കും. കാരണം ഞങ്ങളെ ഭരിച്ചാൽ നിങ്ങളാണ് ഭരിക്കാൻ പോകുന്നത്. ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ജനങ്ങളുടെ ഓരോരോ വിഷയങ്ങളെ പഠിച്ചിട്ടാണ് ഞങ്ങളുടെ സേവനം ചെയ്യുകയാണ്. ആ സ്പിരിറ്റിലാണ് ഒരിക്കലും കൂടി നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് കുമാർ തോമസിനെ വിജയിപ്പിക്കുക. അതിൽ സീരിയസ് ആയി പ്രവർത്തിക്കുന്ന, ആത്മാർത്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഓരോരോ വിഷയങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഇടയിൽ നടന്നിട്ട് നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കും നിയമസഭയിൽ. അത് മാത്രം പറഞ്ഞിട്ട് ഒരിക്കലും കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു, കൈപ്പറ്റി അടയാളത്തിൽ കുമാർ തോമസിനെ വിജയിപ്പിക്കണം. UDF ഭരണം കൊണ്ടുവരണം. 10 വർഷത്തിൽ ദുർഭരണം മാറ്റണം. എല്ലാം പറഞ്ഞ് ഒരിക്കലും കൂടി ഞങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഈ വമ്പിച്ച വിജയം ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ വിധത്തിലും നിങ്ങൾ പ്രവർത്തനങ്ങൾ കൂടി ആവശ്യപ്പെട്ടിട്ട് ഞാനൊരു വാക്ക് ചുരുക്കുന്നു. ജയ് കോൺഗ്രസ്, ജയ് UDF, ജയ്. താങ്ക് യു സാർ. ഒരു കാര്യം മാത്രം ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിന്റെ സാഹചര്യം അത് നമ്മളെ തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ രാജ്യത്ത് മുഴുവനുണ്ട്. നമുക്ക് എന്ത് കോൺഗ്രസ് പാർട്ടികൾ, അദ്ദേഹത്തിന് പാർട്ടി മെമ്പറാണ്, പാർട്ടിക്ക് എന്താണ് ഒരു ഇന്റർനാഷണൽ പോളിസി ഈ ഒരു അവസരത്തിൽ നമുക്കുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ പഴയ റിപ്പബ്ലിക് കാലത്തെ നോൺ അലൈൻമെൻറ്റ് മുതലായ പോളിസികളൊന്നും ഇന്നില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് വളരെ സന്ദർഭത്തിൽ? ഇല്ല, ഞങ്ങൾ പറയാൻ തയ്യാറാണ് സാറേ. പക്ഷേ ഒരിക്കലും മറക്കരുത്, നമ്മളിവിടെ വോട്ട് അഭ്യർത്ഥിക്കുന്നത് സംസ്ഥാന സർക്കാരിന് തെരഞ്ഞെടുക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് ഇതിലെ വിദേശ കാര്യത്തിൽ ഒരു സ്വാധീനവുമില്ല. ഞാനൊരു MP ആയിട്ട് നമ്മുടെ ഹൈവേയിൽ ഇവിടെ ഇരിക്കുന്നതെന്ന് അദ്ദേഹം ഒരു MP ആയിട്ട് നിങ്ങൾ പാർലമെന്റിൽ സംസാരിക്കാൻ സാധിക്കും. ഞങ്ങളുടെ ലൈൻ ഇതാണ്, നമ്മുടെ സമാധാനത്തിന് വേണ്ടി നിൽക്കണം. ഈ യുദ്ധത്തിന് അതിവേഗം അവസാനിപ്പിക്കണം. അതിനുള്ള എല്ലാ നിലപാടും നമുക്ക് സർക്കാർ എടുത്താൽ നമ്മൾ പിന്തുണ കൊടുക്കും. കാരണം നമ്മുടെ ആഗ്രഹമാണ് ഈ യുദ്ധത്തിൻ്റെ കാരണം നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അറിയാം, ഗുജറാത്തിലെ സെറമിക് ഫാക്ടറീസ് അടഞ്ഞു കഴിഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും ധാബാസും റെസ്റ്റോറൻറ്റ്സും ഗ്യാസ് സിലിണ്ടർ ഇല്ലാതെ അവർക്ക് ചായ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഹൈദരാബാദിൻ്റെ പ്രസിദ്ധപ്പെട്ട ഡിഷിൻ്റെ ഹലീം അതുണ്ടാക്കാൻ ഭയങ്കര സ്ലോ കുക്കിംഗ് ആണ്. അതിപ്പോൾ ഹൈദരാബാദ് കിട്ടുന്നില്ല, കാരണം അത് ഉണ്ടാക്കാനുള്ള ഗ്യാസ് ആയിട്ട് കഴിയുന്നില്ല. ഇങ്ങനെയുള്ള കഥകളാണ് നമ്മൾ എല്ലാവരും കേൾക്കുന്നത്. ഫാക്ടറീസ് അടയ്ക്കുന്നു, കടകൾ അടയ്ക്കുന്നു, റെസ്റ്റോറൻറ്റ്സ് അടയ്ക്കുന്നു, കാഫറ്റീരിയസ് അടയ്ക്കുന്നു. അതുകൊണ്ട് ഇത് ഭാരതീയ അടുക്കളയെ ബാധിക്കുന്ന ഒരു യുദ്ധമായി മാറി. അപ്പോൾ ഈ യുദ്ധത്തിന് എത്ര വേഗം നമുക്ക് ഇതിനെ അടുക്കാൻ സാധിക്കും, നമ്മുടെ താല്പര്യം അതിൽ തന്നെയാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന സർക്കാർ മുണ്ടാണ്ട് അവിടെയും ഇവിടെയും പോയി പ്രസംഗിച്ചിട്ട് കാര്യമില്ല. രണ്ട് സൈഡിലും സമ്പർക്കം ചെയ്ത് നമ്മുടെ ബന്ധം നല്ലതാണല്ലോ. ഇറാനൊപ്പം അമേരിക്കയിലൊപ്പം ഒന്ന് ഞങ്ങൾ എല്ലാവരും ഇൻട്രസ്റ്റ് കൊണ്ട് വ്യക്തമെന്ന് അഭ്യർത്ഥിക്കണം. അതാണ് ഞങ്ങളുടെ. താങ്ക് യു സാറിൻ്റെ ഇന്നത്തെ ഹിന്ദു ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമൻ്റല്ല, ഇതിനോട് എക്സ്പ്രഷനാണ്. ഈ അൺബാലൻസ്, റീജിയണൽ അൺബാലൻസ്, എക്കണോമിക്, പൊളിറ്റിക്കൽ, സോഷ്യൽ, കൾച്ചറൽ, കേരളം ഈസ് എ വെരി സ്പെസിഫിക് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. സാർ അത് ക്ലിയറായി പറഞ്ഞു. ഇപ്പോൾ കേരളം ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ 3 കാര്യങ്ങളിൽ കേരളം വളരെ പിന്നോട്ട് പോയി. ഒന്ന് സാറ് പറഞ്ഞ പോലെയുള്ള എന്റർപ്രണർഷിപ്പ് ആൻഡ് യൂത്ത്. യഥാർത്ഥത്തിൽ ഒരു സെന്റർ ഓഫ് എക്സലൻസ് എന്ന് പറയാവുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലില്ല. നമ്മുടെ കോളേജിലൊന്നും കുട്ടികളില്ലപ്പോൾ സാറിനറിയാം, നമ്മുടെ കോളേജിൽ കുട്ടികളില്ല, എല്ലാവരും പുറത്തു പോകും. സോ ജോലിയിൽ മാത്രമല്ല എഡ്യൂക്കേഷനിലും നമുക്ക് അത്തരത്തിലുള്ള സെന്റർ ഓഫ് എക്സലൻസ് വേണം. രണ്ടാമത് കേരളം ഒരു ജെറിയാട്രിക് ഇഷ്യൂ കേരളത്തിൽ വളരെ സീരിയസ് ആണ്. എനിക്കറിയാം UDF മാനിഫെസ്റ്റോയിൽ അതാണ് ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഒരു വകുപ്പ് കൊണ്ടുവരും. അപ്പോൾ അത് എങ്ങനെയാണ് കേരളം പോലൊരു സ്ഥലത്ത് അത് ഫോക്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുട്ടികളൊക്കെ പോവുകയും വയസ്സായവർ മാത്രമാവുകയും ചെയ്യുമ്പോൾ ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ അത് ഫോക്കസ് ചെയ്യണം കേരളത്തിൽ. കാരണം അത് ഈ കഴിഞ്ഞ ഗവൺമെന്റ് അത് അങ്ങനൊന്നും ആലോചിച്ചിട്ട് പോലില്ല. മൂന്നാമത് അത് കുറച്ചുകൂടി എനിക്ക് പേഴ്സണലായിട്ടുള്ളതാണ്. ക്ലൈമറ്റ് വൾണറബിലിറ്റി ഈസ് വെരി ഹൈ ഇൻ കേരള. ക്ലൈമറ്റ് വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഭൂകമ്പങ്ങളിൽ 59% ബാസിംഗ് ഭൂചലനങ്ങളിൽ കേരളത്തിൽ ലാൻഡ്സ്ലൈഡ്സ്. 59% ഓഫ് ഓൾ ഇന്ത്യൻ ലാൻഡ്സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വൾണറബിളാണ്. അതിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെന്റ് മോഡൽ, ഡെവലപ്മെന്റ് ഫാക്ടർ അത് ഈ ഗവൺമെന്റ് ശ്രദ്ധിച്ചിട്ടില്ല. അതിന്റെ ദുരന്തമാണ്
ഇപ്പോൾ വയനാട്ടിൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. സോ അത് നമ്മൾ പ്രോമിസ് ചെയ്യണം. കാരണം കേരളം വിൽ ബി പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് ക്ലൈമറ്റ് വൾനറബിലിറ്റീസ്. ഇതാണ് എനിക്ക് 3 കാര്യം പറഞ്ഞത്. 3 പോയിന്റ് 100% യോജിപ്പാണ് സാറേ. 3നെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുള്ള എഴുതിയിട്ടുണ്ട്. ആദ്യം നിങ്ങൾ പറഞ്ഞ വിദ്യാഭ്യാസ വിഷയത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 21 ഞാനായിരുന്നു UDFിന്റെ മാനിഫെസ്റ്റോ കമ്മിറ്റി ചെയർ. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു ആ സമയത്ത് ഒരു ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ. അതിൻ്റെ ഉദ്ദേശമായിരുന്നു വെറും വൈസ് ചാൻസലർമാരെ എത്തിയിട്ട് കമ്മീഷൻ റിപ്പോർട്ട് എഴുതിയല്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇതിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, വിദ്യാർത്ഥികളുടെ പ്രതിനിധി, അച്ഛനമ്മമാരുടെ പ്രതിനിധി, എന്നിട്ട് എംപ്ലോയേഴ്സിൻ്റെ, ഞാൻ കേൾക്കുന്നുണ്ടോ, എംപ്ലോയേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കമ്മീഷൻ ചെയ്യേണ്ടത്. അവരുടെ ഉപദേശം വെച്ചിട്ട് എന്താണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതെന്ന് നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ അവർ പഠിക്കുന്നത് മാർക്കറ്റ് റെലവൻ്റ് ആയിരിക്കും. അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ LDFിന് ഇങ്ങനെ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അവർ പ്രകടന പത്രികയില്ല. പക്ഷെ ഞങ്ങൾ ഇലക്ഷൻ തോറ്റ ശേഷം അവർ ആ പേര് മാത്രം എടുത്ത് കേരള ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ ഉപദേശത്തിന് എതിരാണ് ചെയ്യുന്നത്. അവർ സാധാരണ അധ്യാപകരെ വൈസ് ചാൻസലറെ മാത്രം നിർത്തി ഒരു റിപ്പോർട്ട് എഴുതി. അതാരും കണ്ടിട്ടില്ല, പബ്ലിക് അഭിപ്രായം ചോദിച്ചിട്ടില്ല, ഒരു പബ്ലിക് കൺസൾട്ടേഷൻ നടന്നിട്ടില്ല. അവസാനത്തിൽ എന്ത് മാറ്റം ഉണ്ടാകും പറഞ്ഞാൽ ഒരു മാറ്റം വന്നിട്ടില്ല. നമ്മുടെ വിദ്യാർത്ഥികൾ ഈ നാട് വിട്ടിട്ട് പോകുന്നു. അപ്പോൾ ഇതിനെ മാറ്റി ഒരു ഫ്യൂച്ചർ റെഡി കേരള എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കാൻ ഞങ്ങളൊരു കടമയാണ്. അത് നമ്പർ 1. നമ്പർ 2, ഏജിങ്. ഞാൻ അടുത്ത ആഴ്ച ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴേ പറയാം, ഇന്ത്യ മുഴുവൻ ഏജിങ് അല്ലെങ്കിൽ ഒരു കേരളം ഏജിങ് ആയിരിക്കും. നമ്മുടെ ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും കേരളത്തിൻ്റെ 20% പോപ്പുലേഷൻ 60 വയസ്സിനേക്കാൾ കൂടുതലായി. ഇന്ത്യയുടെ ബാക്കി എല്ലാവരുടെയും 12ആണ് നാഷണൽ ആവറേജ്. നമ്മളുടെ 20ആണ്. അതിൻ്റെ അർത്ഥം കേരളത്തിലാണ് പ്രായമുണ്ടെങ്കിൽ കൂടുതലിരിക്കുന്നത്. നമ്മൾ യുവാക്കളെ നിലനിർത്തണമെന്ന് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അത് അത്യാവശ്യമാണ്. അത് മാത്രമല്ലല്ലോ, നമുക്ക് ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി, ഈ റിയാലിറ്റിയെ മനസ്സിലാക്കിയിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നത് നോക്കിയാൽ ഒരു സംശയവും വേണ്ട. നമുക്ക് ഈ ജെറിയാട്രിക് മിനിസ്ട്രി കൊണ്ടുവന്ന് മാത്രമല്ല, നമുക്ക് പല പുതിയ പ്രോഗ്രാംസ് കൊണ്ടുവരാൻ. ജെറോട്ടോളജി ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എവറി ഹോസ്പിറ്റൽ, എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ജെറിയാട്രിക് കെയറിനുള്ള ഇതുണ്ടാവണം. എല്ലാ നഴ്സിംഗ് കോളേജിലും നമ്മൾ ജെറിയാട്രിക് കെയറിന് വേണ്ടിയുള്ള ട്രെയിനിങ് ചെയ്യണം. ഞാൻ എൻ്റെ അഭിപ്രായം നാളെ ഈ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുന്നത് നമ്മുടെ കേരളത്തിലെ റിട്ടയർമെൻറ്റ് വില്ലേജസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ലോ പാസ്സാണ്. ഈ റിട്ടയർമെൻറ്റ് വില്ലേജസിൻ്റെ ലോസ് പ്രകാരം നമുക്ക് ചില മിനിമം സ്റ്റാൻഡേർഡ്സ് ആവശ്യം വരും. നോൺ സ്ലിപ്പ് ഫ്ലോറിംഗ്, വൈഡ് ആക്സസ് കോറിഡോർസ് എല്ലാം വെച്ചിട്ട് ഈ റിട്ടയർമെൻറ്റ് വില്ലേജസ് ശരിക്കും ഇന്ത്യയിലെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡായി മാറുകയാണ്. ഈ റിട്ടയർമെൻറ്റ് വില്ലേജസ് മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മുഴുവൻ ആൾക്കാർ റിട്ടയർമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ വരാൻ തോന്നണം. അത് നമുക്ക് ഗുണം ചെയ്യും. സംസ്ഥാനത്തിൽ വരും നമ്മൾ കേൾക്കുക. നമ്മൾ ശരിക്കും അമേരിക്കയിലത്തെ ഫ്ലോറിഡ ആയ പോലെ ഇന്ത്യയിലത്തെ കേരള ആൾക്കാർ പറയും പ്രായം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ എനിക്ക് അവിടെയാണ് സ്ഥലം. അതുകൊണ്ട് നമുക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ആഴ്ചയിലത്തെ നോർത്ത് ഇന്ത്യയിൽ വരുന്ന ഇന്ത്യൻ എക്സ്പ്രസ് എൻ്റെ കോളമുണ്ട് ഫെറോട്ടിക്ക് വന്നിട്ട്. അതിൽ ഞാൻ ഇതാണ് എഴുതിയിട്ടുള്ളത്. കാരണം എനിക്ക് മനസ്സിലായ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട, സ്ട്രോങ് ആക്ഷൻ എടുക്കേണ്ടില്ല. 3ാമത്തെ പോയിന്റിലാണ് പറഞ്ഞത് വൾനറബിലിറ്റി ടു ക്ലൈമറ്റ്. ഞാൻ ഒരു കാര്യം പറയുന്നത്, 2018 നമ്മുടെ ഈ ഫ്ലഡ്സ് സംഭവിച്ചോ പ്രളയം വന്നപ്പോൾ ഞാൻ ജനീവയിൽ പോയിട്ട് അവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൾക്കാർ കണ്ടിട്ടു. കേരളത്തിന് നിങ്ങളൊരു ഡിസാസ്റ്റർ പ്ലേഷൻ കൊടുക്കുന്നതാണ്. UN ഞാൻ പിണറായി വിജയൻ ആ സമയത്ത് റിപ്പോർട്ട് അയച്ചു. UN എക്സ്പേർട്ട് വന്നു. പക്ഷെ അവർ പ്രപ്പോസ് ചെയ്തൊന്നും ഈ സർക്കാർ ചെയ്തിട്ടില്ല. റിപ്പോർട്ടുണ്ട് സാറേ, അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽ ലാൻഡ് സ്ലൈഡ് മാപ്പിംഗ്. നമ്മൾക്ക് നമ്മളുടെ ഭൂമിയെ എല്ലാം ജിയോളജിക്കൽ സ്റ്റഡീസ് ചെയ്തിട്ട് എവിടെയാണ് ലാൻഡ് സ്ലൈഡ് വരാനുള്ള സാധ്യത, എത്ര 10% സാധ്യത കൂടി ആ ഏരിയാസിൽ മനുഷ്യന്മാർ താമസിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ വനം കെട്ടിക്കോളും, നിങ്ങളുടെ പുതിയ ഫോറസ്റ്റേഷൻ ചെയ്തോളൂ. പക്ഷെ ബാക്കി എല്ലാവിടെയും നമുക്ക് ഇതേപോലെ ടൂറിസ്റ്റ് ഹോംസും റിട്ടയർമെൻറ്റ് വില്ലേജസും ഒക്കെ മിക്സ് ചെയ്തൊക്കെ ചെയ്യാം. നമുക്ക് ജിയോളജിക്കൽ മാപ്പിംഗ് ചെയ്ത് മനസ്സിലാക്കണം എവിടെയാണ് ഈ ലാൻഡ് സ്ലൈഡ് വരാനുള്ളത്.
ഹൈഡ്രോളജി ഓൾസോ നമുക്ക് നാട്ടിൽ നദിയുണ്ട്, പല നദികളും നമ്മൾ ഹൈലാൻഡ്സിൽ നിന്ന് ആരംഭിക്കുന്നത്. അതുകൊണ്ട് അതും പഠിക്കണം. പക്ഷെ ഇതിനൊക്കെ ടെക്നോളജിയും അറിവുമുണ്ട്. ഐക്യരാജ്യസഭ നമുക്ക് ഫ്രീ ആയിട്ട് തരും, നമ്മൾ ആവശ്യപ്പെട്ടാൽ അവർ വന്നിട്ട് അതിൻ്റെ എക്സ്പെർട്സ് ആക്ഷൻ എന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വേണമെന്ന് വിചാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു മാസ്റ്റർ പ്ലാൻ ഇറക്കിയിട്ട് ഇതിൻ്റെ അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് വീട് വെക്കാമെന്ന് ചെയ്താൽ ഈ വിഷയം നാളെ ലാൻഡ്സ്ലൈഡിൽ വന്നാൽ കൂടി ഒരു മനുഷ്യനെ കൊണ്ടില്ല. ഇത് മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ട് എനിക്ക് അറിയില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ തലസ്ഥാനത്തിന് കൂടി ഒരു മാസ്റ്റർ പ്ലാൻ 1990s എഴുതിയ മാസ്റ്റർ പ്ലാനിൽ അവർ നടപ്പിലാക്കാൻ സാധിക്കാത്തൊരു സർക്കാരാണ്. അവരുടെ വഴിക്ക് ഒരു പരീക്ഷയും വേണ്ടാത്ത അവരൊന്നും ചെയ്യില്ല. UDF സർക്കാർ വരട്ടെ, നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ ഉമ്മയുണ്ടാവും നിയമസഭയിൽ. ഇത് ഞങ്ങളുടെ ആവശ്യമാണെന്ന് പറയാൻ സംസാരിക്കുന്നതാക്കാൻ ഞാൻ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട കരൂർജി, അങ്ങ് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ കാണുകയും ഇടപെടുകയും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യങ്ങൾ മനസ്സിലാക്കി കേരളത്തിൻ്റെ വൈവിധ്യത അത് മനസ്സിലാക്കി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. തരൂർജി, എനിക്ക് ചോദിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗ്ജിയുടെ കാലഘട്ടത്തിൽ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിലേക്ക് വരുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നതിൽ അങ്ങും പങ്കാളിയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 250ഓളം സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഭാരതത്തിൽ കൊണ്ടുവരികയും പുറത്തേക്ക് കുട്ടികൾ പോകാതെ ഈ ക്യാമ്പസിൽ വിദേശ സർവകലാശാലയിൽ പഠിക്കുന്ന അതേ സൗകര്യത്തിന് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുകയും ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ നമ്മുടെ കുട്ടികളെ പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കിയിരുന്നു. പക്ഷേ അത് ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സാങ്ഷൻ ആവശ്യമാണ് എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും കേരളത്തെ എങ്ങനെ നമ്മൾ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാൻ പറ്റും? ചെലവ് ചുരുങ്ങിയ രീതിയിൽ കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്ന 40 ലക്ഷത്തിന് 20 ലക്ഷത്തിന് പഠിക്കാനും ഇവിടെ നിന്ന് തന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ വിദേശത്ത് പോകാനുള്ള സൗകര്യം എങ്ങനെ ഒരുക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് അങ്ങയുടെ ഒരു അഭിപ്രായങ്ങൾ. 100% ഞാൻ പറയട്ടെ, ഞാൻ ഇതിനു വേണ്ടി ആ സമയത്ത് തന്നെ ഞാൻ കൊടുത്ത് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് പാസ്സാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, സത്യമാണ്. 2014 ഞാൻ ഇലക്ഷൻ തോറ്റ ശേഷം ഞങ്ങൾ ചെയ്തില്ല. അവസാനത്തിൽ ഈ BJP സർക്കാരാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ ഒരു വിദേശ യൂണിവേഴ്സിറ്റി ഒരു ഇന്ത്യൻ നോൺ പ്രോഫിറ്റ് കമ്പനി സ്ഥാപിച്ചിട്ട് ഇവിടെ അവർ ക്യാമ്പസ് തുറക്കാം. പക്ഷെ താങ്കൾ പറഞ്ഞ് നടപ്പിലാക്കിയത് ശരിയല്ല. 4 ക്യാമ്പസ് വന്നു കഴിഞ്ഞു. അത് പ്രത്യേകിച്ച് ഏതും വലിയ പ്രസിദ്ധപ്പെട്ട യൂണിവേഴ്സിറ്റി അല്ല. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത്ഹാംപ്ടൺ അവർ വന്നിട്ട് ക്യാമ്പസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചില ഇന്ത്യൻ കോളേജസ് പറയുന്നത് അതിൻ്റെ പാർട്ട്ണർഷിപ്പ് നടത്തിയിട്ട് വിദേശ യൂണിവേഴ്സിറ്റിയോടൊപ്പം ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ തയ്യാറാണ്. അതും കൂടി ചെയ്യാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനു വേണ്ടിയുള്ള നിലപാട് എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ചെയ്യാൻ സാധിക്കണം. UDF സർക്കാർ വന്നാൽ നമ്മളത് ആവശ്യപ്പെടും. അതിന് പറഞ്ഞ ലോജിക് 100% കറക്റ്റാണ്. ഇന്ത്യൻ അച്ഛമ്മമാരെ $5 ബില്യൺ ആണ് ഒരു വർഷം ചെലവാക്കുന്നത് നമ്മളുടെ മക്കളെ വിദേശ രാജ്യങ്ങൾക്ക് പഠിപ്പിക്കാനായി. $5 ബില്യൺ. വിചാരിക്കും അതിൻ്റെ പകുതിയും കൂടി ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു തുകയാണ്. 2.5 ബില്യൺ 2.5 ലക്ഷം കോടിയാണ്. മനസ്സിലായില്ലേ നമ്മുടെ പണത്തിൽ? അതിനെ നമുക്ക് ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉപയോഗിക്കാൻ നല്ലൊരു മാർഗമായിട്ട് വിദേശ യൂണിവേഴ്സിറ്റി സാധിക്കാം. താങ്ക്സ് ഫോർ വെരി മച്ച്. എനിക്കൊന്ന് പോണ്ടി വരും. സോറി. ഹലോ സാറേ, ഇന്ന് AI-യും അതുപോലെ തന്നെ ഹ്യൂമനോയിഡും റോബോട്ടിക്സും ലോകം മുഴുവൻ കീഴടക്കിയിരിക്കുകയാണ്. നമുക്ക് ജോലി കിട്ടാനുള്ള സർവ്വവേദികളിൽ ഇവർ കൈയടക്കിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നാം അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നം കൂടാതെ ഇതാ കേരളത്തിന്റെ പൊതുകടവും നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും തമ്മിലുള്ള അനുപാതം 38%. അത് 25% താഴെ നിന്നാലേ നമ്മൾക്ക് എന്തെങ്കിലും നേടാൻ പറ്റൂ. 100 രൂപ ഉണ്ടെങ്കിൽ 38 രൂപ കടമാണ്, ബാക്കിയുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊടുത്തു കഴിയുമ്പോൾ തീരോ 50,000 കോടി കടമെടുക്കുമ്പോഴാണ് വീണ്ടും ചക്രം തിരിയുന്നത്. അത് ശരി തന്നെയാണ് സത്യം. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു 35 അതിനേക്കാൾ കൂടുതലാണ് ഇതിന് പരിശീലനം പെൻഷൻ കൊടുക്കുന്നത്. മൊത്തത്തിൽ വികസനത്തിന് വേണ്ടി കാശില്ല ഈ സർക്കാർ. അപ്പം നമ്മൾക്ക്
പുതിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് പുതിയ വരുമാനം വന്നാൽ മാത്രമേ സംസ്ഥാനത്തെ റവന്യൂ കൂടുള്ളൂ. അതിന് വിചാരം നമ്മൾ തനി ടാക്സ് വെട്ടിയിട്ട് നമ്മുടെ കയ്യിൽ കാശ് കൊടുക്കണം. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, കേരളം ഓഫ് ഇന്ത്യയിലത്തെ ഹയസ്റ്റ് ടാക്സ് സ്റ്റേറ്റാണ്. നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ്, നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി, നമ്മുടെ എക്സൈസ്, നമ്മുടെ സ്റ്റേറ്റ് ലെവീസ് എല്ലാം ഹയസ്റ്റ് ഇൻ ഇന്ത്യ ആണ്. ഇതിനെക്കാട്ട് കൊടുക്കാൻ ആയിരിക്കും ആദ്യം. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ വെറുതെ നമ്മുടെ വേർപ്പിനെ അവർ എടുത്തിട്ട് അതിനെ കാശാക്കി ചിലവാക്കുന്നത് ശരിയല്ല. പുതിയ വരുമാനം വരണം, പുതിയ റവന്യൂ വരണം. അതിന് വേണ്ടി ഒറ്റ മാർഗമാണ് പുതിയ ഇൻവെസ്റ്റ്മെന്റ്. അതിനാണ് ഞാൻ പറഞ്ഞ എൻ്റെ അനാലിസിൻ്റെ പ്രശ്നം. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ആക്ച്വലി US ഞാൻ H1 ഡിപെൻഡന്റ് വിസയിൽ വന്ന ഒരാളാണ്. ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം ഒത്തിരി ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. കറന്റ് ഞാൻ എൻ്റെ 3 കുട്ടികളും ഹസ്ബൻഡും US-ലാണ്. ഐ എം സ്റ്റക്ക് ഹിയർ. ഇപ്പോഴത്തെ ഷെഡ്യൂളിംഗ് പോലെ അത് നമുക്ക് ശരിക്കും ഇത് എവിടെ ഇതിനെക്കുറിച്ച് ഈ ഒരു കൾച്ചർ ബേസ് ചെയ്യണമെന്ന് ആക്ച്വലി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. Visa interview slots are not opening. അപ്പം കഴിഞ്ഞ 100+ days ആയിട്ട് ഒരു ഇന്റർവ്യൂ സ്ലോട്ട്സും H കാറ്റഗറി വിസയ്ക്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാത്രി അത് ഇന്നലെ ഏർലി മോർണിംഗ് കുറച്ച് വിസ റാൻഡം ആയിട്ട് സ്ലോട്ട്സ് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫ്രം ഡിസംബർ സോഷ്യൽ മീഡിയ വെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്കിങ്ങനെ ഒരു റീസ്കെഡ്യൂളിങ്ങും ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിന് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. ഇതിനെ ആരെ അപ്രോച്ച് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു വളരെ ഹെൽപ്ലെസ് സിറ്റുവേഷൻ. ഞാൻ ഹൈബിയെ ചതിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ MP അപ്രോച്ച് ചെയ്താൽ മതി. അദ്ദേഹത്തിന് ജോലി ഡൽഹിയിലാണല്ലോ. അദ്ദേഹം ഒപ്പമായിട്ട് US സർവീസിനോട് സംബന്ധിച്ചാണ്. ഞാൻ അതുപോലെ എൻ്റെ പലർക്കും വേണ്ടി സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് തന്നെയാണ്, അതിൻ്റെ എല്ലാ പ്രോസസ്സിലും ഭയങ്കര സ്ലോ ആയി. അതിൽ സോഷ്യൽ മീഡിയ വെറ്റിംഗ് ചെയ്യുന്നതിന് കാരണം. ഈ സോഷ്യൽ മീഡിയ വെറ്റിംഗ് പറയാതെ നിങ്ങൾ അഥവാ ട്രംപ് ഇതിൽ എപ്പോഴും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അതിന് നിങ്ങളുടെ ബാക്ക് മാർക്കായിട്ടാണ്. ഇതൊരു ജനാധിപത്യ വിരോധമായ ഒരു വിഷയമാണ്. ഞാൻ ഷോക്ട്. അമേരിക്ക ഇപ്പോൾ ഡെമോക്രസി ഇത് നടത്തുന്നത് ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കുന്നത്. ഞാൻ കേട്ടിരിക്കുന്നത് അതിൻ്റെ പ്രോസസ്സിൽ ഭയങ്കര സ്ലോയി. അഥവാ പണ്ട് കാലത്ത് ഒരു ജീവിതത്തിൽ ഒരു 150 വീഴ്ച പ്രോസസ് ചെയ്യുന്നത് ഇന്ന് 550 രൂപയാണ്. അതാണ് സമയം. അതുകൊണ്ട് എല്ലാവർക്കും സാധിക്കും വരും. പക്ഷേ ഒരു പ്രാർത്ഥി കാര്യം കൊടുക്കാൻ മക്കൾ അവിടെ ഉണ്ടായിരുന്നു, അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു, ഭർത്താവ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് കാര്യം പറഞ്ഞിട്ട് ഹൈബി ഒരു അംബാസഡർ എഴുതി ഒരു എക്സെപ്ഷൻ ഹ്യൂമാനിറ്റേറിയൻ കേസായിട്ട് നമുക്ക് അഡ്വാൻസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടാം. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ആൾക്കാരെ ചെയ്തിട്ട് നടക്കില്ല. പക്ഷേ ചിലപ്പോൾ അത് തയ്യാറാണ്. അത് ട്രൈ ചെയ്യും. ഒറ്റ ചോദ്യം ഇബ്രാഹിം ഖാസർ, ഒറ്റ ചോദ്യം. അതായത് അടുത്ത കാലത്തായി ഈ കേരളത്തിലെ ഈ ഗവൺമെന്റ് ഒരു വലിയ ചലനം നടത്തിയിട്ടുണ്ട്. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് കേരളത്തിൽ 1500 പരമാവധി CBSE സ്കൂളുകളുണ്ട്. ആ സ്കൂൾ ബിൽഡിങ്ങുകൾക്കെല്ലാം നികുതി ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ബഡ്ജറ്റിന്റെ കൂട്ടത്തിൽ നിയമം കൊണ്ടുവന്നിട്ട് സബ്സെക്ഷൻ D എന്ന് എടുത്തു കളഞ്ഞു. ആ ചതി എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ഉണ്ടാക്കിയ കേരളത്തിൽ 1500 വരുന്ന CBSE സ്കൂൾ ബിൽഡിങ്ങുകൾക്ക് നികുതി ഇല്ലായിരുന്നു, മറ്റേ സ്കൂൾ വരെയായിരുന്നു. ഇപ്പോൾ ഈ ഒരു ചതി നടത്തിയിട്ട് ഗവൺമെന്റ് എടുത്തു കളഞ്ഞു. സാറേ, നമുക്ക് ഭരണം വന്നു കഴിഞ്ഞാൽ പല ലോസ് നോക്കുകയാണ്. ഈ ലോസും റെഗുലേഷൻസ് ഒക്കെ അതിന് അധികമായിട്ട് ഉപയോഗിച്ചിട്ട് വെപ്പണൈസിങ് ദ ലോസ് ഫോർ പബ്ലിക്. അപ്പോൾ താങ്കൾ പറഞ്ഞ ഓരോ നിവേദനങ്ങൾ സ്വീകരിച്ച് താങ്കളുടെ MLA ആയ ഈ വിഷയത്തിൽ നിയമസഭയിൽ കൊണ്ടുവരും. അത് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും സംസാരിക്കും. ഇതൊക്കെ അന്യായങ്ങളാണ്. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ തടുക്കുന്നത് ശരിയല്ല. പക്ഷെ ഇതൊക്കെ വെപ്പണൈസിങ് ആണ്. അതിനൊക്കെ മാറ്റില്ല. എനിക്ക് പോണ്ടി വരും. ഒരിക്കലും കൂടി കേട്ടില്ല. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് കടന്നു വന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം, നമ്മുടെ എല്ലാം സ്വകാര്യ അഹങ്കാര്യമായ ശശി തരൂർ സാറിന്, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാനായ MP, നമ്മുടെ സ്ഥാനാർത്ഥി ബഹുമാന്യായ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. നമുക്ക്